ഇത് സൺഡേ അല്ലേ, അപ്പോൾ നമുക്കിന്ന് ഒരു ചിക്കൻ ദം ബിരിയാണി ഉണ്ടാക്കാം. അപ്പോൾ 2.5 ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിലും 1 ടേബിൾ സ്പൂണ് നെയ്യും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാനൊരു 4 സബോള വറുക്കാനെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് പെട്ടെന്നായി വരാനായിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുത്തു. പഞ്ചസാര ഇങ്ങനെ ഇത് വറുക്കുമ്പോൾ ഇടണത് നല്ലതാണ്. സബോള വറുക്കുമ്പോൾ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ സബോളയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഇതൊക്കെ വരും, വറുത്ത സബോളയ്ക്ക്. അപ്പോൾ അത് വറുത്ത് ആയി വന്നിട്ടുണ്ട്. നമുക്ക് കോരി എടുക്കാറായി. അപ്പോൾ കോരി മാറ്റാം. ഒന്നും കൂടിയൊക്കെ വേണമെങ്കിൽ ആവാട്ടോ. ഞാനത് പൊടിച്ചെടുക്കണ പോലെയൊന്നുമല്ല, ഞാൻ അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കാനാണ്. ഇത് നമ്മൾ കറിയിലേക്ക് ഇങ്ങനെ വറുത്ത് പൊടിച്ചെടുക്കും. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് നെയ്യും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാനാണ്. അപ്പോൾ അണ്ടിപ്പരിപ്പും കിസ്മിസും നമുക്ക് വറുത്തെടുക്കാം. ഈ അണ്ടിപ്പരിപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചുണ്ട്. അപ്പോൾ കുറേ കടിക്കണത് ഇഷ്ടമാണെന്ന് വെച്ചാൽ കുറച്ച് കൂട്ടിയിടാം. ഇവിടെ ഇത് തടയണത് വലിയ ഇഷ്ടമില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ അത്ര അധികം അങ്ങനെ ഇത് ചേർക്കാത്തത്. അപ്പോൾ ഇതായി വന്ന് ഇത് ഈ ക്രിസ്മസ് ഇങ്ങനെ ബോൾ പോലെ ആയി വരും. അപ്പോൾ നമുക്കത് കോരി മാറ്റാം. ഇനി ഇതിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർക്കൂട്ടാ. സബോള ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കത് ചേർത്ത് കൊടുക്കാം. ഞാൻ അതിലേക്ക് ചേർത്ത് കൊടുത്തു. സബോള ഒരു പകുതിയായി വന്നിട്ടുണ്ട് കേട്ടോ. പകുതിയായി വന്നപ്പോൾ ഞാനൊരു 2 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഇഞ്ചി പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് കേട്ടോ. പച്ചമുളക് ഒരു 4 എണ്ണം നെടുവാക്കി കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ പച്ചമണം പോണ വരെ നമ്മൾ നന്നായി ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് പൊടികൾ ചേർക്കാം. 2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടിയും, 2 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും, 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും, 1 സ്പൂണ് കുരുമുളക് പൊടിയും, 1 സ്പൂണ് ചിക്കൻ മസാലയും ഇട്ട് കൊടുത്തിട്ട് ഇനി അതിൻ്റെ പച്ചമണം പോയി വന്നപ്പോൾ ഒരു 3 തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ക്യാപ്സിക്കം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഇട്ടാൽ മതി കേട്ടോ. എനിക്കതിങ്ങനെ ചിക്കൻ കറിയിൽ കടിക്കുന്നത് വലിയ ഇഷ്ടപ്പെടാൻ പറ്റും. ഇനി ഇതിലേക്ക് ഞാൻ ഒരു ചെറുനാരങ്ങയുടെ നീരൊഴിച്ച് കൊടുത്തു. പിന്നെ കുറച്ച് പുതിന മല്ലിയില ഇട്ട് കൊടുത്തിട്ടുണ്ട്. തൈര് ഒഴിച്ച് കൊടുക്കാം നമുക്ക്. 1/2 ഗ്ലാസ് തൈര് പുളിയില്ലാത്ത ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. വലിയ ഗ്ലാസ്സല്ല കേട്ടോ, ചെറിയ ഗ്ലാസ്സിൻ്റെ 1/2 ഗ്ലാസ് പുളിയില്ലാത്ത തൈര്. പിന്നെ നമ്മൾ ചിക്കൻ ഒരു 2 കിലോ ഉണ്ട് കേട്ടോ. അത് നമ്മൾ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടിയിട്ട് വേവിച്ചെടുക്കാം. ഇനി നമുക്ക് അരി ഇടാനുള്ളത് നോക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ നെയ്യ് ഒഴിച്ച് കൊടുത്തു. പിന്നെ അതിലേക്ക് മസാലകളാണ് 2 ബേ ലീവ്സ്, ഒരു 5-8 ഏലക്കായ, കരയാമ്പൂവ്, തക്കോലം, കറുവപ്പട്ട, അതുപോലെ കുറച്ച് ജാതിപത്രി. ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറുനാരങ്ങയുടെ നീരൊഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് തിളപ്പിച്ചതിന് ശേഷം
1.5 kg അരിയാണ്. അത് ഞാൻ കഴുകി വാല വെച്ചതാണ്. അതിട്ട് കൊടുത്ത് നന്നായി ഇളക്കി വേവിപ്പിച്ചതിന് ശേഷം മൂടിയിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഇറച്ചി ഒരു ഇതായി വന്നിട്ടുണ്ട്. ചിക്കൻ ഒന്നും കൂടി ഒന്ന് അടച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. ഈ സമയത്ത് നമ്മൾ ചോറായി വന്നിട്ട് ചോറ് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് പകർത്താം. ദമ്മിടാനാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ചോറ് വേറൊരു കോണിലേക്ക് പകർത്തിയെടുക്കാം. അതിനുശേഷം അതിലേക്ക് വറുത്ത സബോള, വറുത്ത അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, പുതിന, മല്ലിയില, പിന്നെ വീണ്ടും ചിക്കൻ ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തതിന് ശേഷം ചിക്കൻ ഇത്തിരി ചാറോടുകൂടി വേണം കേട്ടോ ഒഴിക്കാനായിട്ട്. അപ്പോൾ ആ ചാറൊക്കെ ചോറിലിറങ്ങിയിട്ട് ദമ്മിടുമ്പോൾ നല്ല ടേസ്റ്റാണ്. അതിന് ശേഷം നമ്മൾ ചോറിട്ട് കൊടുത്തിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. കഴിയുമ്പോൾ ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ മീതെ ബാക്കിയുള്ള വറുത്ത സബോള, അണ്ടിപ്പരിപ്പ്, കിസ്മിസ്, പുതിന, മല്ലിയില ഇട്ട് കൊടുക്കുക. ഞാൻ അധികം നെയ്യ് ഇനി ചേർക്കണില്ല. അത്യാവശ്യം നല്ലോണം നെയ്യ് ഇതിൽ ചേർത്തിട്ടുണ്ട്. ഒരു 1.5 ടേബിൾ സ്പൂണോളം നെയ്യ് ഞാൻ ചോറ് ആക്കുമ്പോൾ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ദം റെഡി ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ചിക്കൻ ദം ബിരിയാണി. താങ്ക് യു. ബൈ.